നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട നിയമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഉത്തരങ്ങളുണ്ടാകും. എന്നാൽ ഞാൻ പറയും ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമം. കാരണം നമ്മളൊരാൾ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ, ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്യുന്നത് വരെ വേണമെങ്കിൽ എന്ന് പറയാം, ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഉപഭോക്താവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. കഴിക്കുന്ന ഭക്ഷണം, ഉടുക്കുന്ന വസ്ത്രം, കുളിക്കുന്ന സോപ്പ്, ഉറങ്ങുമ്പോൾ തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാൻ അല്ലെങ്കിൽ AC, അതിലേക്കെത്തുന്ന വൈദ്യുതി, അങ്ങനെ വേണ്ട ഓരോ നിമിഷവും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സാധനത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപഭോക്താവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം തന്നെയല്ലേ? ഉപഭോക്തൃ സംരക്ഷണ നിയമം അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല ഉപഭോക്താവായി മാറുക എന്നതാണ്. ഒരു നല്ല ഉപഭോക്താവായിട്ട് മാറിയാൽ നമ്മൾക്ക് നല്ല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭിക്കും. ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് നമ്മുടെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നമ്മളൊക്കെ നല്ല ഉപഭോക്താവായി ഉണർന്നു കഴിഞ്ഞു. നമ്മൾക്ക് ലഭിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും നല്ലത് തന്നെയാണോ? അല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെയൊക്കെ പല സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരൊക്കെ പലപ്പോഴും നമ്മൾക്ക് പല സാധനങ്ങളും കൊണ്ടുതരാറുണ്ട്. ഒരു ഉദാഹരണം, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സോപ്പ്. ആ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സോപ്പ് നമുക്ക് ഇന്ത്യയിലും ലഭിക്കും, അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ലഭിക്കും. വിദേശ രാജ്യത്ത് ലഭിക്കുന്ന സോപ്പിന്റെ ക്വാളിറ്റി ആണോ നമ്മൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന സോപ്പിന്റെ ക്വാളിറ്റി? അതേപോലെ തന്നെ ഒരു കാറ്, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ അതേ പേരിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ ലഭിക്കും. രണ്ടിൻ്റെ ക്വാളിറ്റി തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇത്രയൊക്കെ മതി എന്നാണോ ചിന്താഗതി? എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നിയമം അറിഞ്ഞിരിക്കണം. നമ്മൾ നല്ല ഉപഭോക്താവായി മാറിയിരിക്കണം. നമ്മൾക്ക് നല്ല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കിട്ടാൻ അർഹതയുണ്ട് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പണ്ടൊക്കെ നമ്മളൊരു പേനയുടെ റീഫിലർ വാങ്ങുമ്പോൾ പല അത് എഴുതി നോക്കും, തെളിയുന്നു എന്ന്. തെളിഞ്ഞെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ തെളിയുന്ന റീഫിലർ വാങ്ങിയാണ് നമ്മൾ പേനകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മളൊരു വലിയൊരു കൺസ്യൂമറിസം അല്ലെങ്കിൽ നമ്മൾക്ക് പണമുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ പേനകൾ എഴുതി തെളിയുന്നോ എന്ന് നോക്കിയിട്ട് വാങ്ങാറുള്ളൂ. വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ തെളിയുന്നില്ലെങ്കിൽ നമ്മളത് കളയും, എന്നിട്ട് പുതിയ ഒരെണ്ണം വാങ്ങും. അപ്പോൾ നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് കേവലം 3 അല്ലെങ്കിൽ 4 5 രൂപയോ മാത്രമല്ലേ പോകുന്നുള്ളൂ എന്നൊരു ചിന്താഗതിയാണ്. എന്നാൽ ആ പേന ഉണ്ടാക്കുന്ന കമ്പനിക്ക് ലക്ഷക്കണക്കിന് പേനയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. നമ്മളത് എഴുതി നോക്കിയിട്ട് തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പാക്കറ്റിൽ 5 6 പേനകൾ അങ്ങനെ തിരിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ, ഇത്തരം ലക്ഷക്കണക്കിന് പേനകൾ കമ്പനികളിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടായാൽ, ആ കമ്പനികൾ നല്ല ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ബാധ്യസ്ഥരാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയും. അത്തരത്തിൽ നല്ല ഉപഭോക്താക്കളെ സൃഷ്ടിക്കുക, നല്ല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നമുക്ക് ലഭ്യമാക്കുക. അതിനുവേണ്ടി ഉപഭോക്തൃ സംരക്ഷണ നിയമം അറിഞ്ഞിരിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു എപ്പിസോഡിൽ തീരില്ല. കാരണം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ളൊരു നിയമമാണ്. അത് വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കേണ്ടതുണ്ട്. നമ്മൾ ആമുഖമായിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. 1986 മുതൽ നമുക്ക് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉപഭോക്താക്കളും ഉൽപ്പാദകരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് 1986 നമ്മുടെ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത്. എന്നാൽ പിന്നീട് ലോകം മാറി. ഗ്ലോബലൈസേഷൻ വന്നു, ഉദാരവൽക്കരണം വന്നു. ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വരുന്നു, ഡയറക്റ്റ് സെല്ലിംഗ് വരുന്നു, ടെലി-ഷോപ്പിംഗ് വരുന്നു, ഇ-കൊമേഴ്സ് വരുന്നു. ഇതിനനുസരിച്ച് പഴയ നിയമത്തിൽ പല വ്യവസ്ഥകൾക്കും പരിമിതികളുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് കേന്ദ്ര ഗവൺമെന്റ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൊണ്ടുവരുന്നത്. 1986 2019 നിയമങ്ങൾ തമ്മിലുള്ള ഒരു കാതലായ മാറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇ-കൊമേഴ്സും ടെലി-ഷോപ്പിംഗും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ഉപഭോക്താവും മാനുഫാക്ചറും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മീഡിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതര തർക്ക പരിഹാര സംവിധാനങ്ങളിലൊന്നായിട്ടുള്ള മീഡിയേഷൻ. മറ്റൊരു കാതലായ മാറ്റം എന്ന് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കൊണ്ടുവന്നു. വളരെ വിപുലമായിട്ടുള്ള അധികാരത്തോടു കൂടിയിട്ടാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തുള്ള എപ്പിസോഡുകളിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമാക്കാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് ഒരു ഉപഭോക്താവ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ് സാധനങ്ങളും സേവനങ്ങളും, അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പര്യാപ്തത അല്ലെങ്കിൽ ന്യൂനത അത് എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. സമയപരിധി മൂലം മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ ഉപഭോക്താവ് എന്താണ് എന്ന് പറയുക എന്നുള്ളതാണ്. ഉപഭോക്താവ് എന്ന് പറയുന്നത് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു സാധനം പണം കൊടുത്തു വാങ്ങുക. ഈ പണം കൊടുത്തു വാങ്ങുക എന്ന് പറയുന്നത് മുഴുവൻ പണവും അന്നേരം തന്നെ കൊടുക്കണമെന്നില്ല. ഗഡുക്കളായിട്ടാവാം, തവണ വ്യവസ്ഥയിലാവാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ പർച്ചേസിംഗ് സ്കീമിലാവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു സാധനം ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഉപയോഗത്തിനോ നമ്മുടെ സമൂഹത്തോടുകൂടി മറ്റൊരാളുടെ ഉപയോഗത്തിനോ വേണ്ടി വാങ്ങുകയാണെങ്കിൽ ആ
ആളെ ഉപഭോക്താവ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് സേവനങ്ങളുടെ കാര്യത്തിലും. തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു സേവനം നമ്മൾ ആവശ്യപ്പെടുന്നു, ആ സേവനം ലഭ്യമാക്കുന്നു. എന്നാൽ ഇങ്ങനെ വാങ്ങുന്ന ഒരു സാധനം വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാവരുത്, അതേപോലെ അത് മറിച്ച് വിൽക്കുന്നതിനും ആവരുത്. ഈ വ്യാപാരം എന്നതിന് ഒരു വിശദീകരണം കൂടെ നിയമം നൽകുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് ഒരു സ്വയം തൊഴിൽ ചെയ്യുന്നു, അതിൻ്റെ ആവശ്യത്തിലേക്ക് ഞാൻ ഒരു സാധനം വാങ്ങുന്നു, ആ സാധനം ഞാൻ അങ്ങനെ വാങ്ങിയാൽ അത് വ്യാപാര ആവശ്യത്തിനാണ് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഈ വാങ്ങുക എന്നത് ഏതെല്ലാം തരത്തിലൂടെ ആവാം. നേരത്തെ പറഞ്ഞതുപോലെ ടെലി-ഷോപ്പിങ്ങിലൂടെ ആവാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ആവാം, ഡയറക്റ്റ് സെല്ലിംഗിൽ കൂടെ ആവാം, ഇ-കൊമേഴ്സ് വഴിയാവാം. ഇത്തരം രീതിയിലുള്ള ഏത് തരം വാങ്ങലുകളും ഈ പറയുന്ന ഉപഭോക്താവ് വാങ്ങുന്നു എന്ന ഗണത്തിൽ തന്നെ വരും എന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ്? ഉൽപ്പന്നങ്ങളും സേവനങ്ങളും. ഗുഡ്സ് എന്നാൽ എല്ലാ മൂവബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഗുഡ്സ് എന്ന ഡെഫിനിഷന്റെ പരിധിയിൽ വരും. മൂവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എടുത്തു മാറ്റാൻ കഴിയുന്ന സാധനങ്ങളെയാണ് മൂവബിൾസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളെയും ഗുഡ്സ് എന്ന നിർവചനത്തിൽ വരും. അതുപോലെ തന്നെ ആ നിർവചനത്തിൽ ഫുഡും വരും. ഭക്ഷണം എന്നതിന് ഒരു വിശദീകരണം കൂടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ ഭക്ഷണം എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്ന എന്തും മനുഷ്യന് കഴിക്കുവാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണവും, അത് പ്രോസസ്ഡ് ആവാം, അതായത് പാകം ചെയ്തതാവാം, പാകം ചെയ്യാത്തതാവാം, പാതി പാകം ചെയ്തതാവാം, പ്രോസസ്ഡ് ആവാം, അൺപ്രോസസ്ഡ് ആവാം, അണ്ടർ പ്രോസസ്ഡ് ആവാം. പിന്നെ അതിൽ വെള്ളം വരും, ആൽക്കഹോൾ വരും, ബെവറേജസ് വരും, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് വരും, കഴിക്കുന്ന മരുന്നുകൾ വരും, മെഡിസിൻസ് വരും. ഇതെല്ലാം ഈ ഫുഡ് എന്ന നിർവചനത്തിലാണ് വരുന്നത്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്ന നിർവചനത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തത് എന്താണ് സർവീസ്? സേവനങ്ങൾ എന്താണ് എന്ന് പറയുന്നു. അതായത് ഒരു പൊട്ടൻഷ്യൽ യൂസർ, അതായത് യഥാർത്ഥമായിട്ടുള്ള ഒരു ആവശ്യക്കാരനിലേക്ക് എത്തുന്ന എന്ത് സേവനങ്ങളും, അത് ബാങ്കിങ് ആവാം, ഇൻഷുറൻസ് ആവാം, ട്രാൻസ്പോർട്ട് ആവാം, പ്രോസസ്സിംഗ് ആവാം, സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് അതർ എനർജീസ്, അതായത് വൈദ്യുതി ആവാം, മറ്റുള്ള ഊർജ്ജങ്ങളുമാവാം, ടെലികോം, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ്, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ, എൻ്റർടൈൻമെൻറ്റ്, അമ്യൂസ്മെൻറ്റ്, പർവേയിങ് ഓഫ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ. പർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. ഈ ന്യൂസും ഇൻഫർമേഷൻസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സേവനങ്ങൾ. ഇതിൽ രണ്ട് കാര്യങ്ങൾ വരില്ല. ഒന്ന്, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു സേവനമാണെങ്കിൽ ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല. അതുപോലെ തന്നെയാണ് പേഴ്സണൽ സർവീസ് കോൺട്രാക്റ്റുകൾ. പേഴ്സണൽ സർവീസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ വീട്ടിൽ ഒരു ജോലിക്കാരൻ നിർത്തുന്നു, ആ ജോലിക്കാരന്റെ സേവനം എന്ന് പറയുന്നത് പേഴ്സണൽ സർവീസ് കോൺട്രാക്റ്റ് ആണ്. അത്തരം സേവനങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഒരു ഉൽപ്പന്നത്തിന്റെ ന്യൂനത? ഡിഫെക്റ്റ് ഓഫ് എ ഗുഡ്. അതായത് നിയമം പറയുന്ന ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഒരു സാധനത്തിനുണ്ടാവണം. ആ നിയമം അനുശാസിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്യൂരിറ്റിയും പൊട്ടൻസിയും അതിനുണ്ടാവണം. ഇനി നിയമം പറയാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾക്ക് ഒരു കരാറിൽ ഏർപ്പെടാം. ഞാൻ ഉൽപ്പാദകനോട് പറയുകയാണ്, ഇന്ന ക്വാണ്ടിറ്റിയിലും ഇന്ന ക്വാളിറ്റിയിലും ഇന്ന പ്യൂരിറ്റിയിലും എനിക്കൊരു സാധനം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നു. ഇനി മറ്റൊരു സാഹചര്യം പറയാം. അതായത് ലോകത്തിന് അറിവുള്ള ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിയമം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊരു കരാറിൽ ഏർപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നിയമപ്രകാരമോ അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രകാരമോ അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന രീതിയിലോ ഉള്ള അതിന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ പ്യൂരിറ്റിയിലോ പൊട്ടൻസിയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ, എനി ഫോൾട്ട്, imperfection, shortcoming in quality, quantity, purity, potency or standard. ഇതാണ് ഒരു ഉൽപ്പന്നത്തിന്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു നിർവചനമാണ് സേവനങ്ങളുടെ കാര്യത്തിലും പറഞ്ഞിട്ടുള്ളത്. ഒരു നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കരാർ പ്രകാരം പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണ്ടത്ര ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ്, പ്രകടനത്തിന്റെ സ്വഭാവവും രീതിയും, അതിലുള്ള ഫോൾട്ടുകൾ, തെറ്റുകൾ, ഇംപെർഫെക്ഷൻ, അപൂർണത, ഷോർട്ട് കമ്മിങ്, കുറവുകൾ, ഇനാഡിക്വസി, അപര്യാപ്തത എന്നിവയെല്ലാം സേവനങ്ങളുടെ ന്യൂനതകളായിട്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ സേവനങ്ങൾ നൽകുമ്പോൾ അവരുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഒമിഷൻ, അതായത് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യേണ്ടതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതുവഴി ഉപഭോക്താവിന് എന്തെങ്കിലും നഷ്ടങ്ങളോ അപകടങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ പറയുന്ന സേവനങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ ന്യൂനതയായിട്ട് പരിഗണിക്കുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു സേവനദാതാവ് ഒരു ഉപഭോക്താവിനോട് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെങ്കിൽ, ആ മറച്ചു വെക്കുന്നതിലൂടെ എന്തെങ്കിലും അപകടമോ നഷ്ടമോ ഉപഭോക്താവിന് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും ഈ പറയുന്ന ന്യൂനതയായിട്ട് തന്നെ പരിഗണിക്കണമെന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറഞ്ഞിരിക്കുന്നത്. സമയപരിമിതി മൂലം നമ്മൾക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ പറയാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് എന്താണ് എക്സ്പ്രസ് വാറണ്ടി എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, പ്രൊഡക്റ്റ് ലയബിലിറ്റി തുടങ്ങിയവയെക്കുറിച്ച് വിശദമാക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.